ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയം കാലഘട്ടത്തിന്റെ പ്രത്യേകത തന്നെ ഇടതുപക്ഷം കൂടുതൽ കരുത്താർജിക്കുക എന്നതാണ്. ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഏറ്റവും കരുത്തുറ്റ പാർട്ടി CPIM ആണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ആ CPIMലേക്ക് ലയിക്കാൻ നിങ്ങളെടുത്ത അത്യന്തം ഉചിതമായ തീരുമാനം ഈ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യത്തിനനുസരിച്ച് ഏറ്റവും വിലപ്പെട്ട ഒന്ന് തന്നെയാണ്. നിങ്ങളെ ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിവാദ്യം ചെയ്യട്ടെ. ഇവിടെ സഖാവ് കണ്ണൻ സംസാരിച്ചതുപോലെ ഈ ആലോചന കുറച്ചു കാലമായി നിങ്ങൾ ആരംഭിച്ചിട്ട് എന്ന് പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ്. ഏതിനും അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ തീരുമാനത്തിലൂടെ വ്യക്തമാകുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച അനുഭവമുള്ളവർ CPIMന്റെ തന്നെ പ്രധാന നേതാക്കളായും പ്രവർത്തകരായുമൊക്കെ പ്രവർത്തിച്ച അനുഭവമുള്ളവർ അത്തരത്തിൽ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ ഇടതുപക്ഷം പല കഷ്ണങ്ങളായി നിൽക്കേണ്ടതില്ല. ഇന്നത്തെ ഘട്ടത്തിൽ കൂടുതൽ യോജിപ്പോടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്ന നിങ്ങളുടെ ശരിയായ ധാരണയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതിന് ഇടയാക്കിയിട്ടുള്ളത്. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഒരു ഘട്ടമാണിത്. ഏതു തരത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുക എന്നതാണ് ശത്രുവർഗം ആഗ്രഹിക്കുന്നത്. ഇക്കാര്യത്തിൽ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന നില സ്വീകരിക്കുന്നത് പലപ്പോഴും നാം കാണുന്നുണ്ട്. വിവിധ രൂപത്തിലാണ് രാജ്യത്തെ പൊതുവായ കാര്യങ്ങൾ പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് വേട്ട കാണാൻ സാധിക്കുക. നിരവധി സഖാക്കൾ കൊല ചെയ്യപ്പെട്ട പടിഞ്ഞാറൻ ബംഗാൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നിർണായക സ്വാധീനമുണ്ടായ സംസ്ഥാനം, അവിടെ സർക്കാരിൻ്റെ പിന്തുണയോടെ ഗൂണ്ടകൾ അഴിഞ്ഞാടുന്നു,
പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും ആക്രമിക്കുന്നു, കൊലപ്പെടുത്തുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം സ്വതന്ത്രമായി നടക്കാൻ പാടില്ല എന്ന നിലപാടെടുക്കുന്നു. നിരവധി പാർട്ടി ഓഫീസുകൾ പിടിച്ചടക്കിയിരിക്കുന്നു. അനേകം സ്ത്രീകൾ ഹീനമായ ആക്രമണത്തിന്, അതിക്രൂരമായ ബലാത്സംഗത്തിനടക്കം ഇരയായിരിക്കുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭീകരത അവിടെ അടിച്ചുകൊള്ളുന്നു. അതിനെല്ലാം നേരിട്ടുകൊണ്ടാണ് അവിടെ പാർട്ടിയുടെ പ്രവർത്തനം നടക്കുന്നത്. കൂടുതൽ ശക്തമായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നേറാൻ തന്നെയാണ് പാർട്ടി ആകെ അവിടെ ശ്രദ്ധിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു പ്രധാന കേന്ദ്രമായിരുന്ന ത്രിപുര പലതരത്തിലുള്ള അട്ടിമറികളാണ് അവിടെ നാം കാണുന്നത്. ഇവിടെ നടന്ന, പടിഞ്ഞാറൻ ബംഗാളിൽ നടന്ന സംഭവങ്ങളെക്കാളും കൂടുതൽ എങ്ങനെ നടത്താൻ കഴിയുമെന്ന വാശിയിലാണ് അവിടെ BJP നോക്കുന്നത്. പടിഞ്ഞാറൻ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തതെങ്കിൽ ത്രിപുരയിൽ BJP ആണ് നേതൃത്വം കൊടുക്കുന്നത്. രണ്ടിടത്തും കമ്മ്യൂണിസ്റ്റ് വേട്ടയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് പിന്തുണയുണ്ട്. ഇക്കാര്യത്തിൽ വേറൊരു കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെ ആക്രമണം വരുമ്പോൾ ഏറെക്കുറെ എല്ലാ പിന്തിരിപ്പൻ ശക്തികളും ആ ആക്രമണത്തെ കണ്ടില്ലെന്നടിക്കും, ആക്രമണത്തെ പിന്താങ്ങുകയും ചെയ്യും. ആരും ജനാധിപത്യ വിരുദ്ധമായി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനാധിപത്യ കക്ഷികളാണെന്ന് പറയുന്നവർ തന്നെ ഒന്നും ശബ്ദിക്കാൻ തയ്യാറാവില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് വേട്ട നടക്കുന്നത്? രാജ്യത്തിൻ്റെ മൊത്തം സാഹചര്യം എടുത്താൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് അധികാരത്തിൽ കേന്ദ്രത്തിലിരിക്കുന്നത്. ആ ഗവൺമെന്റ് തീർത്തും ജനവിരുദ്ധമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. ജനദ്രോഹം എത്രത്തോളം നടപ്പാക്കാൻ പറ്റുമെന്നാണ് അവർ പരിശ്രമിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇതിനെതിരെ ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങൾ, ആ പ്രക്ഷോഭങ്ങളുടെ എല്ലാം മുൻപന്തിയിൽ നിന്നത് ഇടതുപക്ഷമാണ്. ഇപ്പൊ കർഷക പ്രക്ഷോഭം, രാജ്യം ശ്രദ്ധിച്ച വിവിധ പ്രക്ഷോഭങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായി. മധ്യപ്രദേശില്
5 കർഷകരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഇത്തരം പ്രക്ഷോഭങ്ങൾക്ക് ഫലപ്രദമായി പിന്തുണയും സഹായവും നേതൃത്വവും ഇടതുപക്ഷം നൽകിയെന്നാണ് കാണാൻ കഴിയുക. ഇപ്പൊ രാജസ്ഥാനിലെ കർഷക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഉന്നയിച്ച മുദ്രാവാക്യങ്ങൾ പലതും നേടിയെടുക്കാനായി ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആ പ്രക്ഷോഭം നടന്നത്. മഹാരാഷ്ട്രയിലെ പ്രക്ഷോഭം രാജ്യമാകെ ശ്രദ്ധിച്ച പ്രക്ഷോഭമായിരുന്നു. നമ്മുടെ രാജ്യത്ത് എല്ലാ ട്രേഡ് യൂണിയനുകളും യോജിച്ചുകൊണ്ട് BMS ഇല്ല, മറ്റെല്ലാ ട്രേഡ് യൂണിയനുകളും കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ യോജിച്ചുകൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങൾ രാജ്യത്താകെ നടന്നു. ആ പ്രക്ഷോഭങ്ങൾ എല്ലാവരും യോജിച്ച് പ്രക്ഷോഭം നടന്നുവെന്ന് പറയുമ്പോഴും അതിലുള്ള ഇടതുപക്ഷ പങ്ക് ആർക്കും നിഷേധിക്കാനാവില്ല. ഇടതുപക്ഷ നേതൃത്വം ആർക്കും നിഷേധിക്കാനാവില്ല. ഇതിന്റെ എല്ലാം ഫലം എന്താണ്? ഈ പ്രക്ഷോഭങ്ങൾ മാത്രമല്ല, മറ്റു വിഭാഗങ്ങളുടെ പ്രക്ഷോഭങ്ങളുമുണ്ട്. ഇതിന്റെ എല്ലാം ഫലം രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ ജനവികാരം ഉയർന്നു വന്നു എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള വികാരം ജനങ്ങളിലുണ്ട്. പക്ഷെ അതിന് മൂർത്തമായ രൂപം കൊടുക്കാൻ, അതൊരു പ്രതിഷേധമായി രൂപം കൊള്ളാൻ, ഇതിനോട് പ്രതികരിക്കണമെന്ന ബോധം ജനങ്ങളിൽ ഉണ്ടാകാൻ എല്ലാം ഈ ഇടതുപക്ഷ ഇടപെടൽ വഴിവെച്ചു. രാജ്യത്ത് BJPയും കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന ജനദ്രോഹ നയങ്ങളെ ഓരോന്നോരോന്നും തുറന്നു കാണിച്ചത് ഇടതുപക്ഷമാണ് എന്ന് തർക്കമില്ലാത്ത കാര്യമാണ്. അതോടൊപ്പം തന്നെ ഓരോ കാര്യത്തിലും തെറ്റായ കാര്യങ്ങൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നു. ഇതിന്റെ ഭാഗമായി രാജ്യത്ത് ഉയർന്നു വരേണ്ട ശരിയായ വികാരം രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ ഇടതുപക്ഷ ഇടപെടലിലൂടെ സാധിച്ചു എന്ന് കാണാൻ നമുക്ക് കഴിയും. BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാജ്യം തകർക്കുന്നു, രാജ്യത്തിന് നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു, ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കുന്നു. പാർലമെന്ററി ജനാധിപത്യം അംഗീകരിക്കാത്തൊരു വിഭാഗമായി BJP മാറുന്നു. കാരണം RSS ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ നിലപാടുള്ളവരാണ്. RSS ആണ് BJPക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ജനാധിപത്യ രീതികളോട് RSS യോജിപ്പില്ല. ഇത് തന്നെ അധികാരത്തിലിരിക്കുന്ന BJP നടപ്പാക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ആ ഭരണഘടനയാണ്
ഏറ്റവും വലിയ ആപത്ത് എന്ന് പാർലമെന്റിനകത്ത് തന്നെ നിലപാട് സ്വീകരിക്കുന്ന BJP നേതാക്കൾ, ഭരണഘടനയ്ക്കെതിരെ സംസാരിക്കുന്നവർ. എന്തുകൊണ്ടാ? മതനിരപേക്ഷത ഭരണഘടന ഉറപ്പു നൽകുന്നു. നമ്മുടെ രാജ്യത്തിന് മതനിരപേക്ഷത പാടില്ല. ഇതൊരു മതാധിഷ്ഠിത രാഷ്ട്രമാകണം. ഇതാണ് RSSന്റെ നിലപാട്. മതനിരപേക്ഷതയെക്കുറിച്ച് എപ്പോഴും കപട മതനിരപേക്ഷത എന്നാണ് അവർ വിശേഷിപ്പിക്കാറുള്ളത്. മതനിരപേക്ഷത താർക്കാൻ വേണ്ടി സ്വീകരിച്ച ഓരോ നടപടി, അതിൻ്റെ ഒന്നും വിശദാംശത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. വിവിധ മാർഗങ്ങൾ, പശുവിന് വേണ്ടെടുത്ത് പശു, ഭക്ഷണം വേണ്ടെടുത്ത് ഭക്ഷണം, നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന വിവിധ ജനവിഭാഗങ്ങൾ, ആ ജനവിഭാഗങ്ങളെ വേർതിരിച്ച് കാണിക്കൽ, അതിന്റെ ഭാഗമായുള്ള ന്യൂനപക്ഷ വേട്ട, ഒരു ഘട്ടത്തിൽ ക്രൈസ്തവരെയാകെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയുള്ള ഇടപെടൽ, അതിന്റെ ഭാഗമായുള്ള ഗർഭാപ്പസി നടപ്പാക്കൽ, അതിൽ തീയതി പ്രഖ്യാപിക്കൽ, ഇന്ന തീയതിക്കുള്ളിൽ ഇവരാകെ ഇവിടെ ഇല്ലാതാകുമെന്ന് പറയൽ, ഈ ഘട്ടത്തിലെല്ലാം പൂർണ്ണ നിശബ്ദത പാലിക്കുന്ന പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെന്റും കേന്ദ്രത്തിലെ ഭരണകർത്താക്കളും ആ നിശബ്ദതയിലൂടെ ഇതിനെയെല്ലാം പിന്താങ്ങൽ, ഇതെല്ലാമാണല്ലോ ഇവിടെ ഉണ്ടായത്. മറ്റൊരു പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം വിഭാഗത്തിന് നേരെ വ്യാപകമായ ആക്രമണം, ഒട്ടേറെ സംഭവങ്ങൾ എവിടെയെത്തി? നിങ്ങൾ മുസ്ലിമാണെന്ന് കാണുമ്പോൾ ആക്രമിക്കാവുന്ന മാനസികാവസ്ഥയിലേക്ക് ഒരു കൂട്ടം ആളുകളെ എത്തിച്ചു. അതാണ് ഡൽഹിയിൽ ട്രെയിനിൽ വെച്ച് ആ സഹോദരങ്ങളെ ആക്രമിച്ച സംഭവം. അതിലേറ്റവും എളിയവനായ ജുനൈദിനെ കൊലപ്പെടുത്തി കമ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ സംഭവം. ഒരു തെറ്റും ചെയ്തവരല്ല അവർ മുസ്ലിമായി പോയി എന്ന് മാത്രം കാരണം. ഇങ്ങനെയുള്ള പക, വിദ്വേഷം നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗത്തിൽ തീർത്തു. മതനിരപേക്ഷതയോടുള്ള കഠിനമായ വിരോധം, അതിലൊരു പ്രകടിത രൂപം അടുത്ത ദിവസം കണ്ടല്ലോ. ഗാന്ധിജിയെ വീണ്ടും കൊല്ലുന്നത് നമ്മൾ കണ്ടല്ലോ. മഹാത്മാഗാന്ധിയുടെ ചിത്രം വെച്ചുകൊണ്ട് ആ ചിത്രത്തിന് നേരെ നിറയൊഴിക്കുന്നു, രക്തം ഒഴുകുന്നു. കൂടിയുന്നവരെല്ലാം ആർത്തു ചിരിക്കുന്നു. ഗോഡ്സെയെ മഹാത്മാവായി ചിത്രീകരിക്കുന്നു. ഗാന്ധിജി കൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്ന് അവിടെ വെച്ച് തന്നെ പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ എന്തെല്ലാം. ഇപ്പൊ മതനിരപേക്ഷത താർക്കുക എന്നത് ഈ വിഭാഗം അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു. അതിന് ഭരണഘടന തകർക്കണം. ഭരണഘടനാ സ്ഥാപനങ്ങൾ, സുപ്രീം കോടതി തന്നെ ജുഡീഷ്യറിയെ തെല്ലും വകവെക്കുന്നില്ല.
അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രശ്നം ഇന്നുമുണ്ടല്ലോ. അമിത്ഷായുടെ പ്രഖ്യാപനം പത്രങ്ങളിൽ. ബാബറി മസ്ജിദ് നിങ്ങളുടെ അനുമതിയോടെയല്ല തകർത്തത് എന്ന് സുപ്രീം കോടതിയോട് പരസ്യമായി പറയുന്നു. അവിടെ രാമക്ഷേത്രം പണിയാൻ നിങ്ങളുടെ അനുമതി വേണ്ട എന്നും പരസ്യമായി പറയുന്നു. ഇന്ന തീയതിക്കുള്ളിൽ രാമക്ഷേത്രം പണിയണം എന്ന് പറയുന്നു. ഇതല്ലേ വസ്തുത? എന്തിനാണിത്? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വർഗീയ സംഘർഷം ഉണ്ടാക്കണം. ആ വർഗീയ സംഘർഷത്തിലൂടെ തങ്ങൾക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാണ് ചിന്തിക്കുന്നത്. അതിനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ രാമക്ഷേത്ര നിർമ്മാണത്തെ പറ്റി ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ സംഘപരിവാർ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോൺഗ്രസ് വക്താവ് പരസ്യമായ ഒരു കാര്യം പറഞ്ഞത്. കോൺഗ്രസ് വക്താവ് ജോഷി അദ്ദേഹം പറഞ്ഞു, രാമക്ഷേത്രം ഞങ്ങളാണ് പണിയുക, ഞങ്ങൾ അധികാരത്തിൽ വന്നാലേ രാമക്ഷേത്രം പണിയാൻ കഴിയും, അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ പണിയും. അപ്പോൾ BJP-യെക്കാളും രാമക്ഷേത്രം പണിയുന്ന വക്താക്കൾ ഞങ്ങളാണ് എന്നാണ്. ഇത് തന്നെ പശുവിന്റെ കാര്യത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പശുവിന്റെ പേരിൽ ആളുകളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ കോൺഗ്രസ് നേതാവായ അഖിലേന്ത്യാ നേതാവായ ദിഗ്വിജയ് സിംഗ് പരസ്യമായി പറഞ്ഞല്ലോ, ഞങ്ങളാണ് ഗോവധം നിരോധിച്ചത്, കോൺഗ്രസ് ആണ് അതിന്റെ മുൻപന്തിയിൽ നിന്നത്. ഇപ്പോ പശുവിന്റെ കാര്യത്തിൽ വർഗീയ വികാരം ഇളക്കിവിടാൻ RSSും സംഘപരിവാറും ശ്രമിക്കുമ്പോൾ ഞങ്ങളാണിത് പണ്ടേ ചെയ്തത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. സുപ്രീം കോടതിക്ക് നേരെയുള്ള വെല്ലുവിളി മാത്രമല്ല BJP-യും RSSും ഉയർത്തുന്നത്. ജുഡീഷ്യറിയെ തന്നെ തകർക്കാനുള്ള ഇടപെടൽ. അതിന്റെ ഭാഗമായി സുപ്രീം കോടതിയിലെ 4 സീനിയർ ജഡ്ജിമാർ പരസ്യമായി പത്രസമ്മേളനം നടത്തുന്ന നിലവുണ്ടായി. സർക്കാരിന്റെ ഇടപെടലിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായി. നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയാണെന്നാണ് CBI-യെ കുറിച്ച് പറയാറ്. ഇപ്പൊ അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് ഇടപെടൽ CBI-യുടെ വിശ്വാസ്യതയാണല്ലോ പൂർണ്ണമായി തകർത്തത്. എന്തെല്ലാം നാടകങ്ങളാണ് അവിടെ നടന്നത്. ഈ രാജ്യത്തിലെ സാമ്പത്തിക കാര്യങ്ങളുടെ ആകെ ചുമതല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. സാധാരണഗതിയിൽ ആ മേഖലയിൽ അവർക്ക് സ്വാതന്ത്ര്യവുമുണ്ട്. ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ തങ്ങളുടെ കയ്യിൽ ഒരു കളിപ്പാവിയാക്കിയല്ലേ മാറ്റിയത്. അതിന്റെ ഭാഗമായി റിസർവ് ബാങ്ക് തലവന് രാജിവെച്ച് പോകേണ്ടി വന്നല്ലോ.
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ രാജ്യത്ത് ഏറ്റവും നിഷ്പക്ഷമായി നീങ്ങേണ്ട സംവിധാനം, അതിനുമേലെയും ഇടപെടലുകൾ വരുന്നുവെന്ന ഗൗരവമായ വാർത്തകൾ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സിബിഐയുടെ കാര്യത്തിൽ അവരെ കൂടി ഉപയോഗിച്ച് അവരുടെ വിശ്വാസ്യതയും ഇല്ലാതാക്കുകയായിരുന്നു. ഇതോടൊപ്പം രാജ്യത്തൊരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിക്കാൻ നോക്കുന്നു. ഇത്തരം കാര്യങ്ങളെ ആകെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കാനുള്ള ശക്തി ഏതാ? ഇതിനോട് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പും കാണിക്കാത്ത കക്ഷി ഏതാ? അത് ഇടതുപക്ഷം മാത്രമാണ്. ഇടതുപക്ഷത്തിന് മാത്രമേ അത്തരം നിലപാടെടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇടതുപക്ഷം ശക്തമാകണം എന്ന് പൊതുവിൽ കാണേണ്ടത്. രാജ്യത്തിന്റെ പൊതുവായ അന്തരീക്ഷം പരിശോധിച്ചാൽ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഏത് രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പൂർണ്ണ നാശത്തിനിടയാക്കുമെന്ന് പൊതുവെ ജനങ്ങൾ എല്ലാവരും കാണുന്നു. അതുകൊണ്ട് തന്നെ ബിജെപി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൂടാ. ഇവിടെ ബിജെപി എന്ന പേരിനോടല്ല വിപ്രതിപത്തി. ബിജെപി നടപ്പാക്കിയ നയങ്ങളുണ്ട്. ആ നയങ്ങൾ നമ്മുടെ രാജ്യത്തിന് തകർച്ചക്കാരിടയാക്കിയത്, ജനങ്ങളുടെ തകർച്ചക്കാരിടയാക്കിയത്. നോട്ട് നിരോധനമുണ്ട്, GST ഉണ്ട്, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി സകല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ജനങ്ങളെ ആകെ മുച്ചൂട് മുടിക്കുന്ന നയമുണ്ട്. ഇതിന്റെ എല്ലാം ഭാരം പേറേണ്ടി വന്നത് രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളാണ്. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു, പാവപ്പെട്ടവർ കൂടുതൽ പാപ്പരീകരിക്കപ്പെടുന്നു. ഇതാണ് രാജ്യത്തിന്റെ പൊതുവായ നില. അതുകൊണ്ട് തന്നെ ഇവരിനി അധികാരത്തിൽ വന്നുകൂടാ എന്ന കാര്യത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. ഇതിനെ, ഈ ജനവികാരത്തെ എങ്ങനെ അട്ടിമറിക്കാനാവും? അതാണ് ബിജെപി നോക്കുന്നത്. അതിനൊരു ഭാഗത്ത് വർഗീയ സംഘർഷം ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കുന്നു, മറ്റൊരു ഭാഗത്ത് ജനങ്ങളെ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കാനാകുമോ? കണ്ണിൽ പൊടിയിടാൻ പറ്റുമോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഒരാളുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം ഉറുപ്പിക ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നൽകുമെന്ന് പറഞ്ഞവരാണ് ബിജെപി. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കർഷകർക്കാകെ പ്രയാസങ്ങളില്ലാതാകും.
കാരണം ഓരോ ഉൽപ്പന്നത്തിന്റെയും ഉൽപാദന ചെലവും അതിന്റെ പകുതിയും ചേർത്തുള്ള സംഖ്യ വിലയായി കണക്കാക്കും. ആ വില ഉറപ്പാക്കും. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞതായിരുന്നു. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് ഞങ്ങൾ നടപ്പാക്കും. പിന്നെ കർഷകൻ എന്നൊരു വാക്ക് ഉച്ചരിച്ചത് ഈ 5 വർഷം തികയാൻ പോകുമ്പോ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്ന് വന്നപ്പോഴാണ്. തൊഴിലാളികൾക്ക് ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയതെല്ലാം ദ്രോഹ പ്രവർത്തനങ്ങൾ മാത്രം. ഇതാണ് BJP. അതുകൊണ്ട് തന്നെ BJPയുടെ ഗവൺമെന്റ് ഇനിയും ഇവിടെ വന്നുകൂടാ എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു. പകരം ആര് വരണം? ഇതേ നയം നടപ്പാക്കുന്നവർ തന്നെ വന്നാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ നയം പ്രശ്നമാണ്. ബദൽ നയം നടപ്പാക്കാനാവണം. ആ ബദൽ നയം നടപ്പാക്കാൻ നമ്മുടെ രാജ്യത്ത് ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിന് മാത്രമാണ്. ഇടതുപക്ഷത്തിന് എവിടെയാണ് അത്രമാത്രം ശക്തി എന്ന് ചിലപ്പോൾ ചിലർ ചോദിക്കും. നമ്മുടെ രാജ്യത്ത് BJPയുടെയോ കോൺഗ്രസിന്റെയോ നേതൃത്വത്തിലില്ലാത്ത ഗവൺമെന്റുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ഗവൺമെന്റുകൾ ഓരോ ഘട്ടത്തിലും നടപ്പാക്കിയ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഒന്നാം UPA ഗവൺമെന്റ് കാലം ഒരു പ്രത്യേക സാഹചര്യം ഉയർന്നു വന്നപ്പോ ആ ഗവൺമെന്റ് തോന്നിയ പോലെ നടത്താൻ അന്നത്തെ ഇടതുപക്ഷ സാന്നിധ്യം കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളത് നാം ഓർക്കണം. അപ്പൊ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിലയുണ്ടാവണമെങ്കിൽ, ഒരു ബദൽ നയം ശക്തമായ രീതിയിൽ നടപ്പാക്കാൻ കഴിയണമെങ്കിൽ ഇടതുപക്ഷം കരുത്തോടെ ഉണ്ടാവണം. ഇന്നത്തെ രാജ്യത്തിന്റെ സാഹചര്യം പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യാൻ കഴിയുന്ന സംസ്ഥാനം കേരളമാണ് എന്നത് ഇടതുപക്ഷ വിരുദ്ധരായവരെല്ലാം ആശങ്കയോടെയാണ് കാണുന്നത്. അതിന്റെ ഭാഗമായി കേരളത്തിലെ ഇടതുപക്ഷത്തെ എങ്ങനെയൊക്കെ പുറകോട്ടടിപ്പിക്കാം, എങ്ങനെയൊക്കെ ശിഥിലമാക്കാം, ജനങ്ങളിൽ ഏതെല്ലാം തരത്തിലുള്ള ആശയക്കുഴപ്പമുണ്ടാക്കാം, ഈ ശ്രമം നല്ലതുപോലെ നമ്മുടെ കേരളത്തിൽ ഉയർന്നു വരികയാണ്. ഇത് പല വഴിക്ക് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഘട്ടത്തിൽ ഞാൻ അതിന്റെ ആകെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇക്കാര്യത്തിൽ ഇടതുപക്ഷം ജാഗ്രത പാലിക്കേണ്ട ഒരു ഘട്ടമാണ്. കേരളത്തിലെ ശക്തമായ ഇടതുപക്ഷ സാന്നിധ്യം
കേരളീയ സമൂഹത്തെ തന്നെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ ഇടയാക്കിയതാണ്. നമ്മുടെ സമൂഹത്തെ തന്നെ പുറകോട്ടടിപ്പിക്കാനുള്ള ശ്രമമുണ്ട്. കേരളീയ സമൂഹത്തെ പഴയ ഇരുണ്ട കാലത്തേക്ക് പുറകോട്ടടിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇത് ബോധപൂർവം നടക്കുന്ന ഒരു കാര്യമാണ്, യാദൃശ്ചികമായുള്ളൊരു കാര്യമല്ല. അത്തരം ശ്രമങ്ങളിലൂടെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ജനങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ പറ്റുമോ? ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ പറ്റുമോ? ആ ജനങ്ങളെ തന്നെ ഇടതുപക്ഷത്തിൽ നിന്ന് അകറ്റാൻ പറ്റുമോ? ഈ ശ്രമവും നടക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇടതുപക്ഷ വിരുദ്ധരെല്ലാം ഒറ്റക്കെട്ടാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ സുപ്രീം കോടതി വിധി വന്നപ്പോ BJP നാട്ടിലാകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. സുപ്രീം കോടതി വിധിയുടെ സത്ത ഉൾക്കൊണ്ടവരടക്കം പിന്നീട് അതിനെതിരെ നിലപാട് സ്വീകരിച്ചു. BJPയുടെ നിലപാടിനോടൊപ്പം കോൺഗ്രസും അണിചേർന്നു, UDFും അണിചേർന്നു. പറഞ്ഞ ഒരു കാര്യം, നിയമത്തിനും ഭരണഘടനാ മൂല്യങ്ങൾക്കുമെല്ലാം മേലെയാണ് വിശ്വാസം എന്നതാണ്. അത് UDF ആകെ പറഞ്ഞു, കോൺഗ്രസും പറഞ്ഞു, ലീഗും പറഞ്ഞു. നിയമത്തിന് മേലെ, ഭരണഘടനക്ക് മേലെ, സുപ്രീം കോടതിക്ക് മേലെ വിശ്വാസമാണ് എന്ന് വന്നാൽ RSSും സംഘപരിവാറും പറയുന്ന ബാബറി മസ്ജിദ് പ്രശ്നത്തിലെ രാമക്ഷേത്ര നിർമ്മാണ കാര്യം എന്താകും? എവിടെയെത്തും? എങ്ങനെയാണ് ലീഗിന് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞത്? അപ്പൊ കേരളത്തിലെ ഇടതുപക്ഷത്തെ എതിർക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം തെറ്റായ ചില കാര്യങ്ങളുടെ കൂടെ നിൽക്കാൻ ഇവിടെയുള്ള ഇടതുപക്ഷ വിരുദ്ധർക്ക് മടിയില്ല എന്നാണ് നാം കാണേണ്ടത്. ഇത് ഗൗരവമായി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ഇടതുപക്ഷം കൂടുതൽ കരുത്തോടെ തന്നെ മുന്നോട്ട് പോകുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അടുത്ത നാളിൽ, ഈ വർഷം പുലരുമ്പോൾ നമ്മുടെ നാട് ലോകശ്രദ്ധ പിടിച്ചു പറ്റുകയുണ്ടായി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തീർത്ത വനിതാ മതിൽ, അത് രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളാകെ അവരുടെ പ്രധാന തലക്കെട്ടായാണ് കൊടുത്തത്. ലോകത്തിലെ പ്രധാന മാധ്യമങ്ങളാകെ അതിനെ അങ്ങേയറ്റം പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു. സാധാരണ ഇത്തരം ഏത് കാര്യത്തെയും ഇകഴ്ത്തി കാണിക്കാൻ താല്പര്യമുള്ളവർക്കടക്കം ചുരുങ്ങിയത് 50 ലക്ഷം പേർ പങ്കെടുത്തു എന്ന് പരസ്യമായി നാട്ടുകാരോട് പറയേണ്ടിയും വന്നു. അത്ര വിപുലമായ സ്ത്രീ പങ്കാളിത്തം.
സ്ത്രീകൾ തന്നെ സംഘാടകരായി. ചുമരെഴുത്ത്, പ്രചരണം, അത് വിജയിപ്പിക്കാനുള്ള ചെറിയ ചെറിയ ജാഥകൾ നടത്തൽ, കലാരൂപങ്ങൾ അവതരിപ്പിക്കൽ, എല്ലാം കൂടി നമ്മുടെ നാടിന്റെ വനിതകളാകെ ഉണർന്ന് രംഗത്ത് വന്നു. എന്തേ? സ്ത്രീകളെ പഴയ ഇരുണ്ട കാലത്തേക്ക് തള്ളിവിടാനുള്ള നീക്കം സമ്മതിക്കില്ല എന്ന് എല്ലാ സ്ത്രീകളും കൂടി ഒന്നിച്ചു പ്രഖ്യാപിക്കുന്നതിന്. ഇതാണ് നമ്മുടെ സമൂഹത്തെ പിന്തിരിപ്പൻ ശക്തികൾ ആഗ്രഹിക്കുന്നത് പോലെ പുറകോട്ടടിപ്പിക്കാൻ കഴിയില്ല എന്നതിന്റെ ഉറപ്പ്. പ്രതികരിക്കേണ്ട ഘട്ടത്തിൽ പ്രതികരിക്കാൻ നമ്മുടെ സമൂഹം തയ്യാറാകുന്നുണ്ട്. ഇപ്പോ പലതരത്തിൽ തെറ്റായ മട്ടിൽ ആളുകളെ സ്വാധീനിക്കാൻ ശ്രമം നടക്കുന്ന കാലമാണ്. ഇപ്പൊ കർണാടകയില് ഒരു MLA-ക്ക് ഇടുന്ന വില കേട്ടാൽ സാധാരണ ആള് ബോധം കിട്ടുപോകും. 40 കോടിയൊക്കെയാണ് പോലും പറയുന്നത് ഒരാൾക്ക്. കാരണം നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകൾ ആകെ തടിച്ചു കൊടുക്കാനുള്ള സൗകര്യം BJP നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അവരുടെ സമ്പാദ്യത്തിലെ ഒരു ഭാഗം തിരിച്ചും ഇവർക്ക് പലതരത്തിൽ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ ഇടപെടലാകാം, തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നവരെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയാകാം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊട്ടേറെ മേഖലകളുണ്ട്, അവരെയൊക്കെ സ്വാധീനിക്കുന്നതിനാകാം. ഇങ്ങനെയുള്ള വിവിധ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. വലിയ സമരമാണ് അവിടെ നടന്നത്. കോൺഗ്രസും ജനതാദളും യോജിച്ചാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. കോൺഗ്രസ് MLA-മാരെയാണ് റാഞ്ചാൻ പോകുന്നത്. ഇതൊരു മുന്നറിയിപ്പാണ്. കരുതലോടെ ഇരിക്കേണ്ട മുന്നറിയിപ്പ്. ജയിപ്പിക്കുന്നത് നല്ല ഉറപ്പുള്ളവരെയാവണം. എന്തിനുള്ള ഉറപ്പ്? മതനിരപേക്ഷത സംരക്ഷിക്കുമെന്ന ഉറപ്പ്, കാലുമാറില്ല എന്ന ഉറപ്പ്, BJP-യോട് സമരസപ്പെട്ടു പോകില്ല എന്ന ഉറപ്പ്, വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്ന ഉറപ്പ്. ഈ ഉറപ്പെല്ലാം ഇടതുപക്ഷത്തിന് മാത്രമേ ഉള്ളൂ എന്ന് ജനങ്ങൾ കാണുന്നു. സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്റെ വിശ്വാസ്യത കൂടുതൽ കൂടുതൽ ദൃഢമാകുന്നു, ശക്തമാകുന്നു. ഇതാണ് ഇന്നുള്ള നില. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ഘട്ടത്തിൽ ഈ ലയനം ഇടതുപക്ഷത്തിന് പൊതുവിൽ ഗുണകരമായതാണ്. ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രമുഖ വക്താവെന്ന നിലയ്ക്ക് CPIM-നെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നതാണ്. നമുക്കിനി അങ്ങോട്ട് CPIM സഖാക്കൾ എന്ന നിലയ്ക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം, മുന്നോട്ട് നീങ്ങാം. ഈ പറയുന്ന തെറ്റായ എല്ലാ കാര്യങ്ങൾക്കെതിരെയും ഒന്നിച്ചു നീങ്ങാൻ നമുക്ക് കഴിയും. ആ ശീലമുള്ളവരാണ് നിങ്ങൾ. അത് അതേ നിലക്ക് തന്നെ തുടരാൻ പറ്റണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ അഭിവാദ്യം.